എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 7-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അതിനിർണായകമായിട്ടുള്ള നിയമസഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. മണിക്കൂറുകൾക്കകം നമ്മൾ നിയമസഭാ ഇലക്ഷന് വേണ്ടി വോട്ട് ചെയ്യും. നമ്മൾ അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണം, ആര് മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. ഈ ഇലക്ഷൻ അതാത് പാർട്ടിക്കാർക്ക് പ്രധാനപ്പെട്ടതാണ്, രാഷ്ട്രീയക്കാർക്ക് പ്രധാനപ്പെട്ടതാണ്, ഓരോ പൗരനും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2026 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ആളുകൾക്കും ആദ്യം വരുന്ന ഇലക്ഷനാണ്. ഈ ലിസ്റ്റ് പ്രകാരമുള്ള ആദ്യം വരുന്ന വോട്ടെടുപ്പാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിലൂടെയാണ് SIR ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടത് പൂർണ്ണ തോതിൽ ആകുക. പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്തേ മതിയാകൂ. ഇത് നിസ്സാര കാര്യമല്ല. SIR എന്ന് പറഞ്ഞത് കേവലം ഒരു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നത് മാത്രമല്ല, ഈ രാജ്യത്തുള്ള ഒരു പൗരനാണ് എന്ന ഒരു പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി കൂടി നമ്മൾ ഈ വോട്ട് ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കണം. അറിയാത്തവർക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണം. 2026 SIR പ്രകാരമുള്ള ആദ്യ വോട്ടർ പട്ടികയിൽ വരുന്ന ആദ്യ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെയും ഇഷ്ടമില്ല, ആർക്കും ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തി നോട്ടയ്ക്കെങ്കിലും വോട്ട് ചെയ്തേ മതിയാകൂ. ഇല്ല എങ്കിൽ നമ്മളെ തന്നെയാണ് അത് തിരിഞ്ഞ് ബാധിക്കുക. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് 9-ാം തീയതി നടക്കുമ്പോൾ നാളെയാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. എല്ലാ മുന്നണികളുടെയും പരസ്യപ്രചാരണം നാളെ 5 മണിയോടുകൂടി അവസാനിക്കുന്നതാണ്. വിവിധ സ്ഥലങ്ങളാണ് മുന്നണികൾക്ക് കൊട്ടിക്കലാശത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. പേരാമ്പ്ര ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൊട്ടിക്കലാശം വേണ്ട എന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനം ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ കൊട്ടിക്കലാശം ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്ത് LDF സർക്കാർ വാഗ്ദാനം ചെയ്ത 97% വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞു. എന്നാൽ പല കാര്യങ്ങളും മുഖ്യമന്ത്രി പറയുന്നത് പോലെയല്ല. വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാണ്ട് 1 മാസത്തോടടുക്കുമ്പോഴും അതിൽ ഒറ്റ വീടിൽ പോലും താമസം തുടങ്ങാനായിട്ടില്ല. വിഷുവിന് മുമ്പ്, അതായത് ഇലക്ഷന് ശേഷം ഇതിൽ താമസം തുടങ്ങാനാകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് നിലവിൽ ഉദ്ഘാടനം കഴിഞ്ഞ വീടുകളിൽ ഇപ്പോഴും താമസം തുടങ്ങാനായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാവുന്നതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 900 രൂപ വർദ്ധിപ്പിക്കും കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്ന് പറഞ്ഞ് 400 രൂപ മാത്രമാണ് ഒറ്റ തവണയായും കൊണ്ട് വർദ്ധിപ്പിച്ചത്. അതിനുശേഷം 4 ഗഡുക്കൾ മാത്രമാണ് വിതരണം ചെയ്തത്. അതായത് അത് വിതരണം ചെയ്യാൻ മാത്രമേ സർക്കാരിന് ആയിട്ടുള്ളൂ എന്നുള്ളതും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് 4 കൊല്ലവും 8 മാസവും അന്നുണ്ടായിരുന്ന 1600 തന്നെയാണ് വിതരണം ചെയ്തത് എന്നുള്ളതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പൂർണ്ണമായും കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞത് അത് തീർക്കാനായിട്ടില്ല. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ട്. ലൈഫ് മിഷൻ 5 ലക്ഷം വീട് പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും വൻതോതിലുള്ള നികുതി വർധനവാണ് സംസ്ഥാനത്ത് വരുത്തിയിട്ടുള്ളത്. വലിയ തോതിൽ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചു. കെട്ടിട നികുതിയും ഭൂനികുതിയും വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസുകൾ, വിവിധ സർക്കാർ ഓഫീസുകളിലേക്കുള്ള അപേക്ഷാ ഫീസുകൾ, കോടതി ഫീസുകൾ, പുതിയ കെട്ടിടങ്ങൾക്ക് വേണ്ടിയുള്ള അനുമതി ഫീസുകളിലെല്ലാം വൻ വർധനവാണ് വരുത്തിയത്. ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ഓരോ ലിറ്റർ ഡീസലിനും പെട്രോളിനും 2 രൂപ സെസ് കഴിഞ്ഞ 4 വർഷമായി ഈടാക്കുന്ന സർക്കാരാണ് നമ്മുടേത്. എന്നിട്ട് പോലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ പറഞ്ഞതുപോലെ 900 രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ മുമ്പ് തള്ളിക്കളഞ്ഞിട്ടുള്ള LDF തള്ളിക്കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ CPM തള്ളിക്കളഞ്ഞിട്ടുള്ള പദ്ധതികളായിരുന്ന ഗെയിൽ പൈപ്പ് ലൈൻ, സംസ്ഥാനത്തെ ദേശീയപാത, ഇതെല്ലാം പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊന്നും കാണാതെ പോവാനും കഴിയില്ല. വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കും എന്നുള്ളത് വലിയ വാഗ്ദാനമായിരുന്നു. അത് നടപ്പിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പടി ഇറങ്ങുന്നത്. ഇതിൽ 2 മാസത്തേത് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത് എങ്കിലും പദ്ധതി തുടങ്ങി വെക്കാനായി എന്നുള്ളത് സന്തോഷം ഉള്ള കാര്യം തന്നെയാണ്. സംസ്ഥാനത്തെ 32 ലക്ഷത്തോളം സ്ത്രീകൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതിന്റെ അടുത്ത ഗഡു വിതരണം ഉടൻ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു.
സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം പുതിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ LDF മുന്നോട്ട് വെക്കുന്നത്. 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കും എന്നത് ഉൾപ്പെടെയുള്ള വിവിധ വാഗ്ദാനങ്ങൾ. പരിധിയില്ലാത്ത സൗജന്യ ഇൻഷുറൻസ് ചികിത്സ സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെ NDAയും UDFും വാഗ്ദാനം ചെയ്യുന്ന 3000 രൂപ പെൻഷനുണ്ട്. 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ആണ് UDF വാഗ്ദാനം ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി തുടരുകയാണ്. പാനിക് ബുക്കിംഗ് അവസാനിച്ചതോടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന്റെ പ്രതിസന്ധിയിൽ അഴിവ് വന്നിട്ടുണ്ട് എങ്കിലും വാണിജ്യ സിലിണ്ടർ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കരിഞ്ചന്ത വിൽപ്പന സജീവമായി നടക്കുന്നുണ്ട്. അതായത് വീടുകളിൽ ഉപയോഗിക്കേണ്ട 14 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറുകൾ ഏജൻസികൾ മറിച്ച് വിൽക്കുന്നുണ്ട് എന്നുള്ള പരാതികളും അതുപോലെ തന്നെ കണ്ടെത്തലുകളും ഇതിനകം തന്നെ പല തവണയായി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മറിച്ചു വിൽക്കുന്നതിന് വേണ്ടി ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ലഭ്യമാക്കാതെ അനാവശ്യമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കുകയും സിലിണ്ടർ കിട്ടണമെങ്കിൽ അധിക തുക നൽകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഒട്ടാകെ ഓരോ ജില്ലകളിലും പരാതി നൽകുന്നതിന് വേണ്ടി പ്രത്യേകം നമ്പർ തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. നിലവിൽ ഗ്യാസ് സിലിണ്ടറിന് ശരാശരി വില 14.2 കിലോഗ്രാം തൂക്കം വരുന്ന വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ കാര്യമാണ് പറയുന്നത്. ഇതിന്റെ വില 921 രൂപ 50 പൈസയാണ്. വിവിധ ജില്ലകളിൽ ചെറിയ വ്യത്യാസമുണ്ടാകും. അതായത് 1-2 രൂപയുടെ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുക. എന്നാൽ ഈ സിലിണ്ടറിന് പുറമെ ഡെലിവറി ചാർജ് കൂടി നൽകേണ്ടി വരും. 5 കിലോമീറ്ററിന് ശേഷമാണ് ഡെലിവറി ചാർജ് നൽകേണ്ടി വരുന്നത്. 20 മുതൽ മാക്സിമം 60 രൂപ വരെയാണ് ഡെലിവറി ചാർജ് നൽകേണ്ടി വരുന്നത്. എന്നാൽ 100, 150, 200 ഈ സാഹചര്യത്തിൽ പല ഏജൻസികളും വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമാവേണ്ട സിലിണ്ടറുകൾ നമുക്ക് ലഭ്യമാക്കാതെ ഹോട്ടലുകൾക്കും മറ്റും മറിച്ച് വിൽക്കുന്ന സാഹചര്യവും ഉണ്ട്. ഇത് രണ്ടും ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ അതാത് ജില്ലയിലെ നമ്പറിൽ വിളിച്ചു പറയണം. നമ്പർ ഇനി പറയുന്നവയാണ്, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ജില്ലയിലെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. തിരുവനന്തപുരം 91 88 52 73 15, കൊല്ലം 91 88 52 73 16, പത്തനംതിട്ട 91 88 52 73 17, ആലപ്പുഴ ജില്ല 91 88 52 73 18, കോട്ടയം ജില്ല 99 88 52 73 19, ഇടുക്കി ജില്ല 99 82 52 73 20, എറണാകുളം ജില്ല 91 88 52 73 21, തൃശ്ശൂർ ജില്ല 91 88 52 73 22, പാലക്കാട് ജില്ല 91 88 52 73 23, മലപ്പുറം ജില്ല 91 88 52 73 24, കോഴിക്കോട് ജില്ല 91 88 52 73 25, വയനാട് 91 88 52 73 26, കണ്ണൂർ 91 88 52 73 27, കാസർഗോഡ് 91 88 52 73 28. ഈ നമ്പറുകളിൽ അതാത് ജില്ലയിൽ വിളിച്ച് പരാതി നൽകാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 25 ദിവസത്തിൽ ഒരു ബുക്കിംഗ് എന്നുള്ള രീതിയിൽ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം. വർഷത്തിൽ 12 സിലിണ്ടറിനാണ് ഒരു ഗാർഹിക ഗുണഭോക്താവിന് അനുമതിയുള്ളത് കേരളത്തിന് പുറത്താണെങ്കിൽ 15 സിലിണ്ടറിനുണ്ട്. അധികം സിലിണ്ടർ വേണമെങ്കിൽ റേഷൻ കാർഡ് വെച്ച് അപേക്ഷ അതാത് ഏജൻസികളിൽ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 25 ദിവസം കഴിഞ്ഞാലാണ് വീണ്ടും സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏപ്രിൽ മാസം മുതലാണ് ഓരോ സാമ്പത്തിക വർഷവും കണക്കാക്കുന്നത്. ഗ്യാസ് സിലിണ്ടറും അങ്ങനെ തന്നെയാണ്. ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് സിലിണ്ടറിന്റെ എണ്ണം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം നമ്മൾ വാങ്ങുന്ന സിലിണ്ടറിനാണ് അത് ഒന്നാമത്തെ സിലിണ്ടർ ആയിട്ട് കണക്കാക്കുക. പിന്നെ അടുത്ത മാർച്ച് വരെ 12 സിലിണ്ടറുകളാണ് കേരളത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ അവസാന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും. മറ്റൊന്ന്, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി ലഭിക്കുന്ന സിലിണ്ടറുകൾ വാങ്ങുന്ന ആളുകളോടെല്ലാം KYC ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് മാർച്ച് 31 മുമ്പ് ചെയ്യാത്തവർക്ക് ഈ പദ്ധതിയിൽ നിന്നും പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഏപ്രിൽ മാസം മുതൽ സബ്സിഡി 300 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്കെല്ലാം സബ്സിഡി ലഭിക്കുന്നതാണ്. പദ്ധതിയിലേക്ക് വീണ്ടും
അപേക്ഷ നൽകാനുള്ള അവസരം വരുമ്പോൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ അപേക്ഷകൾ ക്ഷണിക്കാനുള്ള സാധ്യതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PNG കണക്ഷൻ വരുന്ന സ്ഥലങ്ങളിൽ, അത് ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ആ കണക്ഷൻ എടുക്കുകയും അവിടെയുള്ള ആ കണക്ഷൻ എടുത്തിട്ടുള്ള ആളുകൾ LPG കണക്ഷൻ ഒഴിവാക്കുകയും വേണമെന്ന് ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. PNG കണക്ഷൻ ലഭ്യമായ ഇടങ്ങളിൽ PNG കണക്ഷൻ, അതായത് പൈപ്പ് ലൈനിലൂടെയുള്ള ഗ്യാസ് വീടുകളിലേക്ക് എടുത്തിട്ടില്ല എങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടും ഗ്യാസ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. PNG കണക്ഷനുകൾ എടുക്കുക. LPG റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും. PNG എടുത്തിട്ടുള്ള ആളുകൾ LPG റദ്ദാക്കിയിട്ടില്ല എങ്കിൽ ഫൈന് അടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇത്രയുമാണ്. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് 1320 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,10,10,000 താഴെ എത്തി. 1 ഗ്രാം സ്വർണത്തിന് 13,670 രൂപയാണ്. ഒരു പവൻ സ്വർണത്തിന് 1,09,360 രൂപ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.